101ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഇൻക്ലൂഡ്സ് ദ വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ത്രൂ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ്. ഫസ്റ്റ് ഓപ്ഷൻ അക്കൗണ്ടിങ്, സെക്കൻഡ് ഓപ്ഷൻ ഓഡിറ്റിംഗ്, തേർഡ് ഓപ്ഷൻ വൗച്ചിങ്, ഫോർത്ത് ഓപ്ഷൻ എനി ഓഫ് ദി എബോവ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ത്രൂ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ? 101ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. ആൻസർ ഓഡിറ്റിംഗ് ആണ്. ഇത് നമ്മുടെ സെക്ഷൻ 2AB ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡെഫിനേഷൻ പറയുന്നൊരു അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് വന്നിട്ടുള്ള പോയിൻ്റാണ്. ഓഡിറ്റിംഗ് ഇൻക്ലൂഡ്സ് ദി വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ത്രൂ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ്. അതായത് ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും സൊസൈറ്റികൾ ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് അവരുടെ അക്കൗണ്ട്സുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ഓഡിറ്റിംഗ് ഏതും കൂടി ഇൻക്ലൂഡ് ചെയ്യും. വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ത്രൂ സോഫ്റ്റ്വെയർ സൊല്യൂഷനും കൂടി ഇൻക്ലൂഡ് ചെയ്യും. 101ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. 102ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൻ ഡാഷ് ഡീൽസ് വിത്ത് എ ക്ലോസ് അസസ്മെൻറ്റ് ഓഫ് ഓൾ അഫയേഴ്സ് ഓഫ് ദി സൊസൈറ്റി ഇൻക്ലൂഡിങ് കോൺസ്റ്റിറ്റ്യൂഷൻ വരും, മാനേജ്മെൻറ്റ് വരും, അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വരും, മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ആൻഡ് അതർ റെക്കോർഡ്സ് ആൻഡ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഓഫ് ദി സൊസൈറ്റി. ഇതും സെക്ഷൻ 2 ഡെഫിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് സെക്ഷൻ 2AD ആണ്. 102ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ആൻസർ സെക്ഷൻ 2AD. ഫസ്റ്റ് ഓപ്ഷൻ സെക്ഷൻ 2AB പറഞ്ഞിട്ടുണ്ട്, സെക്കൻഡ് സെക്ഷൻ 2AC പറഞ്ഞിട്ടുണ്ട്, തേർഡാണ് നമ്മുടെ സെക്ഷൻ 2AD അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് പുതിയതായിട്ട് അമെൻമെൻറ്റിൽ ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഫോർത്ത് ഓപ്ഷൻ സെക്ഷൻ 2AE. ആൻസർ സി ആണ്. ആൻസർ സെക്ഷൻ 2AD അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. അപ്പോൾ സെക്ഷൻ 2AD അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് പറയുന്നത് ഡീൽസ് വിത്ത് എ ക്ലോസ് അസസ്മെൻറ്റ് ഓഫ് ഓൾ അഫയേഴ്സ് ഓഫ് ദി സൊസൈറ്റി ഇൻക്ലൂഡിങ് കോൺസ്റ്റിറ്റ്യൂഷൻ, മാനേജ്മെൻറ്റ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതുപോലെ തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതർ റെക്കോർഡ്സും ആൻഡ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഓഫ് ദി സൊസൈറ്റി. ഇതെല്ലാം എവിടെ വരുന്നതാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിൻ്റെ ഡെഫിനേഷനിൽ വരുന്നതാണ്. അത് സെക്ഷൻ 2AD ആണ് ആൻസർ. 102ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 103ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Federal Cooperative Society means a society having the dash as its members. First option state government, second option individuals, third option other societies, fourth option all of this. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ താഴെ കൊടുത്തിട്ടുള്ളത് ആരൊക്കെയാണ് മെമ്പറായിട്ട് വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 103ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. ആൻസർ ഓൾ ഓഫ് ദിസ് ആണ്. കാരണം സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇൻഡിവിജ്വൽസും അതർ സൊസൈറ്റീസും ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പേഴ്സായിട്ട് വരുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 2 ഏതാണ്? സെക്ഷൻ 2IBയിലാണ് ഇത് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ സെക്ഷൻ 2IBയിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് എ സൊസൈറ്റി ഹാവിംഗ് സ്റ്റേറ്റ് ഗവൺമെൻറ്, ഇൻഡിവിജ്വൽസ്, അതർ സൊസൈറ്റി ആസ് ഇറ്റ്സ് മെമ്പേഴ്സ്. അപ്പോൾ 103ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി. 104ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The area of operation of PAX fixed by first option government as per Gazette notification, second option registrar, third option government and registrar, fourth option general body. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? പാക്സ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഏരിയ ഓപ്പറേഷൻ ഫിക്സ് ചെയ്യുന്നത് താഴെ കൊടുത്തിട്ടുള്ളത് ആരാണ്? ഇതും പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിനെ കുറിച്ച് സെക്ഷൻ 2 എന്താണ് OAA ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് പാക്സിൻ്റെ ഏരിയ ഓപ്പറേഷൻ ഫിക്സ്ഡ് ബൈ. 104ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ആൻസർ രജിസ്ട്രാർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 105ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കൺസോർഷ്യം മീൻസ് എ ഫോർമൽ അസോസിയേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് formed based on a common objective for establishing a new entity for raising funds for providing financial assistance for public purpose with the approval of dash. First option registrar, second option government, third option CAG, fourth option A and B. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? കൺസോർഷ്യത്തിനെ കുറിച്ച് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 2DC ഡിഫൈൻ ചെയ്യുന്നുണ്ട്. കൺസോർഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ഫോർമൽ അസോസിയേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു ഫോർമൽ അസോസിയേഷനാണ്. ഫോം ചെയ്തിട്ടുള്ള ബേസ്ഡ് ഓൺ ഒരു കോമൺ ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ കോമൺ ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ട് ഒരു ന്യൂ എൻറ്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. എന്താണ്? ഫണ്ട് റൈസ് ചെയ്യാൻ, പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ പബ്ലിക് പർപ്പസിന്. ഫണ്ട് റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, പബ്ലിക് പർപ്പസിന് എന്താണ് ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നതിന് വേണ്ടി. റൈസിങ് ഫണ്ട് ഫോർ പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ പബ്ലിക് പർപ്പസ് ആഡ് അപ്രൂവലോട് കൂടി. അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സെക്ഷൻ 2DC കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് വിത്ത് ദി അപ്രൂവൽ ഓഫ്. 105ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ആൻസർ ഗവൺമെൻറ് ആണ്. 106ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിസ് ആർ നോട്ട് എ പാക്സ്? താഴെ കൊടുത്തിട്ടുള്ളത് പാക്സ് അല്ലാത്ത ഏതാണ്? ഫസ്റ്റ് ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, അത് പാക്സിലാണ് വരുന്നത്. സെക്കൻഡ് റൂറൽ ബാങ്ക്, അതെ. തേർഡ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതെ. അപ്പോൾ അല്ലാത്ത ഏതാണ്? കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 2OAA പാക്സിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അതെ. അപ്പോൾ നൺ ഓഫ് ദിസ് ആണ്. അപ്പോൾ 106ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ആൻസർ നൺ ഓഫ് ദിസ്. 107ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
The primary object or principal business of PAX is to provide financial accommodation to its members for first option agriculture activities, second option non-agriculture activities, third option allied agriculture activities, fourth option A or C. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ പ്രൈമറി ആയിട്ടുള്ള ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൽ ബിസിനസ് ഓഫ് പാക്സുമായിട്ട് ബന്ധപ്പെട്ട് ഈസ് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ അക്കോമഡേഷൻ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള സഹായങ്ങൾ കൊടുക്കുക ടു ഇറ്റ്സ് മെമ്പേഴ്സ്, ഫോർ മെമ്പേഴ്സിന് ഏത് പർപ്പസിന്? കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 2(a) ഡെഫിനേഷൻ അമെൻമെൻറ്റിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അഗ്രികൾച്ചർ പർപ്പസ് ഓർ അലൈഡ് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസാണ്. അതിനകത്ത് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്, സെക്കൻഡ് നോൺ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്, തേർഡ് ഓപ്ഷൻ അലൈഡ് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്, ഫോർത്ത് ഓപ്ഷൻ A or C. അപ്പോൾ അഗ്രികൾച്ചർ പർപ്പസ് അപ്പോൾ ആക്ടിവിറ്റീസ് ആയതുകൊണ്ട് അത് നമുക്ക് ഓപ്ഷനിൽ തന്നെ എടുക്കാം. പിന്നെ ഓർ അലൈഡ് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്. അപ്പോൾ 107ാമത്തെ ക്വസ്റ്റിൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ D, A or C ആണ്. 108ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ bylaws ഓഫ് ഡാഷ് ഡു നോട്ട് പെർമിറ്റ് അഡ്മിഷൻ ഓഫ് എനി അതർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആസ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഫസ്റ്റ് ഓപ്ഷൻ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി, സെക്കൻഡ് ഓപ്ഷൻ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി, തേർഡ് ഓപ്ഷൻ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി, ഫോർത്ത് ഓപ്ഷൻ മിസ്ലേനിയസ് സൊസൈറ്റീസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിലാണ് അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീനെ മെമ്പറായിട്ട് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ ബൈലോസിൽ ഇല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 2(OB) സെക്ഷൻ 2(OB) എന്ന് പറഞ്ഞാൽ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീനെ കുറിച്ചാണ്. അപ്പോൾ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി, ദ ബൈലോസ് ഓഫ് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ഡു നോട്ട് പെർമിറ്റ് അഡ്മിഷൻ ഓഫ് എനി അതർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആസ് ഇറ്റ്സ് മെമ്പേഴ്സ്. അപ്പോൾ 108ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ B ആണ്, പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 109ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A recruitment committee means the committee constituted under section dash for the purpose of conducting the selection and recruitment process of all categories of employees of the RCMPU. First option 80A, second option 80AA, third option 80AB, fourth option 80BB. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മീൻസ് ദ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് അണ്ടർ സെക്ഷൻ, ഏത് സെക്ഷൻ പ്രകാരം കമ്മിറ്റിയാണ് ഏത് സെക്ഷൻ പ്രകാരമാണ് ആ റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഫോർ ദി പർപ്പസ് ഓഫ്, എന്തിനു വേണ്ടിയിട്ട് ആ റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? കണ്ടക്ടിങ് ദ സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് ഓഫ്, സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് ഓഫ് എവിടുത്തെ RCMPUലെ എല്ലാ കാറ്റഗറീസ് ഓഫ് എംപ്ലോയീസായിട്ട് ബന്ധപ്പെട്ട് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഏത് സെക്ഷൻ പ്രകാരമാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അത് D ആണ് ആൻസർ, സെക്ഷൻ 80BB പ്രകാരമാണ്. ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 2ൽ PA ഡെഫിനേഷൻ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റി മീൻസ് ദ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് അണ്ടർ സെക്ഷൻ 80BB ഫോർ ദി പർപ്പസ് ഓഫ് കണ്ടക്ടിങ് ദ സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് ഓഫ് ഓൾ കാറ്റഗറീസ് ഓഫ് എംപ്ലോയീസ് ഓഫ് ദി RCMPU. 109ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ D ആണ് ആൻസർ. 110ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മെമ്പേഴ്സ് ഓഫ് ദി പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ, പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സ്. ഫസ്റ്റ് ഓപ്ഷൻ ഇൻഡിവിജ്വൽസ് ആൻഡ് അതർ സൊസൈറ്റീസ്, സെക്കൻഡ് ഓപ്ഷൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, തേർഡ് ഓപ്ഷൻ ഇൻഡിവിജ്വൽസ് ആൻഡ് ലോക്കൽ സ്റ്റേറ്റ് ഗവൺമെൻറ്, ഫോർത്ത് ഓപ്ഷൻ A and B. പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീനെ കുറിച്ച് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 2(OD)യിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദ മെമ്പേഴ്സ് ഓഫ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസ് ആൻഡ് അതർ സൊസൈറ്റീസ് വരും, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് വരും. അപ്പോൾ 110ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ D ആണ് ആൻസർ, A and B. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 111ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാവ് ഇറ്റ്സ് ഏരിയ ഓപ്പറേഷൻ വിത്തിൻ ഫസ്റ്റ് ഓപ്ഷൻ 1 or more than 1 district, സെക്കൻഡ് ഓപ്ഷൻ 1 district, തേർഡ് ഓപ്ഷൻ 2 or more revenue district, ഫോർത്ത് ഓപ്ഷൻ 2 district. പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് സെക്ഷൻ 2(V)യിൽ. യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ആ സൊസൈറ്റിയുടെ ഏരിയ ഓപ്പറേഷൻ വിത്തിൻ 1 district ആണ്. അപ്പോൾ 111ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ B ആണ് ആൻസർ, 1 district. 112ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓഡിറ്റ് ടീം മീൻസ് ആൻ ടീം ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിൻറ്റഡ് ബൈ ദി ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആസ് സ്റ്റിപ്പുലേറ്റഡ് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് ദി ആക്ട്. ഫസ്റ്റ് ഓപ്ഷൻ 63 സബ്സെക്ഷൻ 10, സെക്കൻഡ് ഓപ്ഷൻ 64 സബ്സെക്ഷൻ 10, തേർഡ് ഓപ്ഷൻ 64 സബ്സെക്ഷൻ 9, ഫോർത്ത് ഓപ്ഷൻ 63 സബ്സെക്ഷൻ 9. ടീം ഓഫ് ഓഡിറ്റ് ടീമിനെ കുറിച്ച് പുതിയതായിട്ട് റൂള് വന്നിട്ടുണ്ട്. റൂള് 2(AI)യിലാണ് പറയുന്നത്. ഓഡിറ്റ് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീം ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിൻറ്റഡ് ബൈ DC ആണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആ സ്റ്റിപ്പുലേറ്റ് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് ദി ആക്ട്. ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 63
സബ്സെക്ഷൻ 9 പ്രകാരമാണ്. അപ്പോൾ 112ാമത്തെ ക്വസ്റ്റിന് ആൻസർ ഡി ആണ് ആൻസർ, സെക്ഷൻ 63 സബ്സെക്ഷൻ 9. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 113ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം കോൺസ്റ്റിറ്റ്യൂട്ട് അണ്ടർ സെക്ഷൻ 57 is defined in first option section 2AB, second option rule 2AB, third option section 2AI, fourth option rule 2AI. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? പുതിയതായിട്ട് സെക്ഷൻ 57 അസോസിയേറ്റ് ചെയ്ത് വന്ന സെക്ഷനാണ് സെക്ഷൻ 57 ഈ കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. അതിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത് റൂളിലാണ്, റൂൾ 2AB. അപ്പോൾ 113ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ, റൂൾ 2AB. 114ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗവൺമെൻറ് മേ ബൈ ജന ഓർ സ്പെഷ്യൽ ഓർഡർ കൺഫർ ഉറപ്പുവരുത്തുന്നു ഓൺ ഡാഷ് ഓൾ ഓർ എനി ഓഫ് ദി പവേഴ്സ് ഓഫ് ദി രജിസ്ട്രാർ അണ്ടർ ദിസ് ആക്ട്. ഫസ്റ്റ് ഓപ്ഷൻ എനി പേഴ്സൺ, സെക്കൻഡ് ഓപ്ഷൻ എനി ഓഫീസർ ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്, തേർഡ് ഓപ്ഷൻ എനി ഓഫീസർ ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ്, ഫോർത്ത് ഓപ്ഷൻ എ ഓർ സി. പുതിയതായിട്ട് അമെൻഡ് ചെയ്തു വന്നു. നേരത്തെ ആ ഒരു ഡെഫിനേഷൻ ഉണ്ടായിരുന്നു. ഏതാണ് നമുക്ക് രജിസ്ട്രാറിനെ കുറിച്ച് പറയുന്നത്? സെക്ഷൻ 2P ആണ്. അപ്പോൾ സെക്ഷൻ 2P പറയുന്നത് ദ ഗവൺമെൻറ് മേ ബൈ ജന ഓർ സ്പെഷ്യൽ ഓർഡർ കൺഫർ ഓൺ, ആൻസർ സി ആണ്, എനി ഓഫീസർ ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ് എല്ലാമോ അല്ലെങ്കിൽ എനി ഓഫ് ദി പവേഴ്സ് ഓഫ് ദി രജിസ്ട്രാർ അണ്ടർ ദിസ് ആക്ട്. അപ്പോൾ 114ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 115ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദി ഏരിയ ഓപ്പറേഷൻ ഓഫ് ദി സൊസൈറ്റി ഇസ് എ താലൂക്ക് and above but less than a district, the application for registration of a society shall be accompanied by rupees dash. First option 6,250, second option 5,000, third option 10,000, fourth option 12,500. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷന് വേണ്ടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സെൻറ്റൻസ് വന്നിട്ടുള്ള റൂൾ 3 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷന് വേണ്ടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷനൊപ്പം സൊസൈറ്റിയുടെ ഏരിയ ഓപ്പറേഷൻ കൺസിഡർ ചെയ്ത് എന്താണ് ഫീസ് അടയ്ക്കണം, ചെല്ലാൻ റിസിപ്റ്റ് അടയ്ക്കണം. അതാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഏരിയ ഓപ്പറേഷൻ താലൂക്ക് ആൻഡ് എബോ ആണ്, പക്ഷേ ലെസ് ദാൻ എ ഡിസ്ട്രിക്റ്റ്, ഒരു ഡിസ്ട്രിക്റ്റിൽ കുറവാണെങ്കിൽ എത്ര ആപ്ലിക്കേഷൻ ഫീസായിട്ട് അടയ്ക്കണമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഏരിയ ഓപ്പറേഷൻ വിത്തിൻ എ താലൂക്കിൻ്റെ ഉള്ളിലാണെങ്കിൽ എത്രയാണ് അടയ്ക്കേണ്ടത്? റുപ്പീസ് 2,500 ആണ്. ഇനി ഒരു താലൂക്കും ആൻഡ് എബോ ബട്ട് ലെസ് ദാൻ ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ എത്ര അടയ്ക്കണം? എത്രയാണ്? റുപ്പീസ് 5,000. ഒരു ഡിസ്ട്രിക്റ്റ് വരെയാണെങ്കിൽ എത്രയാണ് അടയ്ക്കേണ്ടത്? ഒരു ഡിസ്ട്രിക്റ്റ് വരെയാണെങ്കിൽ റുപ്പീസ് 6,250 ആണ് അടയ്ക്കേണ്ടത്. ഇനി ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ മുകളിലാണെങ്കിൽ എത്രയാണ് പറയുക? ഡിസ്ട്രിക്റ്റിൻ്റെ മുകളിലാണെങ്കിൽ അടയ്ക്കേണ്ടത് റുപ്പീസ് 12,500 ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, താലൂക്ക് ആൻഡ് എബോ ബട്ട് ലെസ് ദാൻ എ ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ അടയ്ക്കേണ്ട തുക എന്ന് പറഞ്ഞാൽ 115ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ, 5,000 ആണ്. 116ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എവറി ആപ്ലിക്കേഷൻ ഫോർ ദി രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി സബ്മിറ്റഡ് ആൻഡ് പ്രോസസ് ത്രൂ ഫസ്റ്റ് ഓപ്ഷൻ ഓൺലൈൻ മോഡ്, സെക്കൻഡ് ഓപ്ഷൻ ഫിസിക്കൽ മോഡ്, തേർഡ് ഓപ്ഷൻ ഇൻ പേഴ്സൺ, ഫോർത്ത് ഓപ്ഷൻ ഓൺലൈൻ ഓർ എ ഫിസിക്കൽ മോഡ്. ഇത് റൂൾ 3 ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ വന്നിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. റൂൾ 3 സബ് റൂള് 7 കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. എവറി ആപ്ലിക്കേഷൻ ഫോർ ദി രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി സബ്മിറ്റഡ് ആൻഡ് പ്രോസസ്ഡ് ത്രൂ ഓൺലൈൻ ഓർ ഓൺ ഫിസിക്കൽ മോഡ്. അപ്പോൾ 116ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ, ഓൺലൈൻ ഓർ ഓൺ ഫിസിക്കൽ മോഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 117ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാവ് കളക്റ്റഡ് ഡാഷ് റുപ്പീസ് ആസ് ദി മിനിമം ഷെയർ ക്യാപിറ്റൽ. ഫസ്റ്റ് ഓപ്ഷൻ 2 lakh, സെക്കൻഡ് ഓപ്ഷൻ 2,50,000, തേർഡ് ഓപ്ഷൻ 1,50,000, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. സെക്ഷൻ 7 രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെക്ഷനിലെ പോയിൻ്റാണ്. ഒരു പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ 2,50,000 രൂപ മിനിമം ഷെയർ ക്യാപിറ്റലായിട്ട് കളക്ട് ചെയ്യണം. നോൺ ക്രെഡിറ്റ് ആണെങ്കിൽ എത്രയാണ്? 1 lakh ആണ്. അപ്പോൾ നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാവ് കളക്റ്റഡ് ഡാഷ് റുപ്പീസ് ആസ് ദി മിനിമം ഷെയർ ക്യാപിറ്റൽ. ഓപ്ഷനിൽ 1 lakh ഇല്ല. അപ്പം 117ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ, നൺ ഓഫ് ദിസ്. ഇനി 118ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദി രജിസ്ട്രാർ ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ദ കണ്ടീഷൻ ഇൻ സെക്ഷൻ 7 he may register the society and its bylaw within a period of dash from the date of the receipt of the application. First option 90 days, second option 45 days, third option 60 days, fourth option 30 days. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? രജിസ്ട്രാർ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ദ കണ്ടീഷൻ ഇൻ
സെക്ഷൻ 7 രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനിലെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ രജിസ്ട്രാർ എന്ത് ചെയ്യും? ഹി മേ രജിസ്റ്റർ ദി സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ബൈലോ വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് ഫ്രം ദി ഡേറ്റ് ഓഫ് റിസിപ്റ്റ് ഓഫ് ദി ആപ്ലിക്കേഷൻ കിട്ടി എത്ര ഡേയ്സിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ 90 ഡേയ്സ് ആയിരുന്നു നേരത്തെ ആൻസർ. അമെൻമെൻറ്റിന് ശേഷം എന്താണ് അത് മാറി എത്ര ഡേയ്സ് ആണ്? 118ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ആൻസർ 60 ഡേയ്സ് ആണ്. 118ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 119ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ റിക്വയർമെൻറ്റ് ഓഫ് മിനിമം ഷെയർ ക്യാപിറ്റൽ ഇൻ സെക്ഷൻ 7 ഷാൾ നോട്ട് ബി ആപ്ലിക്കബിൾ ടു ഡാഷ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഫസ്റ്റ് ഓപ്ഷൻ ഫിഷറീസ്, സെക്കൻഡ് ഓപ്ഷൻ വനിത, തേർഡ് ഓപ്ഷൻ ആപ്കോസ്, ഫോർത്ത് ഓപ്ഷൻ ഓൾ ഓഫ് ദിസ്. സെക്ഷൻ 7 പ്രകാരം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ക്രെഡിറ്റ് സൊസൈറ്റി ആണെങ്കിൽ മിനിമം 2,50,000 ഷെയർ ക്യാപിറ്റൽ വേണം. നോൺ ക്രെഡിറ്റ് സൊസൈറ്റി ആണെങ്കിൽ 1 lakh എന്താണ് ഷെയർ ക്യാപിറ്റൽ വേണം. പക്ഷേ കുറച്ച് സൊസൈറ്റികൾ ഒഴിവാക്കിയിട്ടുണ്ട്. അത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതൊക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ സൊസൈറ്റീസിനാണ് ഒഴിവാക്കിയിട്ടുള്ളത്? വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ SC/ST കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ ഒഴിവാക്കിയിട്ടുണ്ട്. പ്രൈമറി ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ ഒഴിവാക്കിയിട്ടുണ്ട്. സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ട്രഡീഷണൽ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ആൻസർ ഏത് വരും? 119ാമത്തെ ക്വസ്റ്റിന് ആൻസർ ഡി ആണ്. ആൻസർ ഓൾ ഓഫ് ദിസ് ആണ്. 120ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The registrar or the government shall within dash from the date of the receipt of the representation under section 7 subsection 4 issue direction to the authority concerned to take appropriate decision on the application for registration. First option 15 days, second option 90 days, third option 7 days, fourth option 60 days. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷന് വേണ്ടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ അത്തരത്തിലുള്ള ആപ്ലിക്കേഷന് പുറത്ത് 60 ദിവസത്തിനുള്ളിലാണ് തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ 60 ദിവസത്തിനുള്ളിൽ ആ ഒരു അതോറിറ്റി തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ആപ്ലിക്കൻറ്റിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു നിവേദനം കൊടുക്കാൻ വേണ്ടി പറ്റും ആരുടെ മുമ്പാകെ. ഇപ്പോൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് രജിസ്ട്രാറിൻ്റെ അധികാരം കൈമാറ്റം ചെയ്ത് കിട്ടിയിട്ടുള്ള, ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ എടുക്കാം, ജോയിൻ്റ് രജിസ്ട്രാറിൻ്റെ അടുത്താണെങ്കിൽ ആ ജോയിൻ്റ് രജിസ്ട്രാറിൻ്റെ തൊട്ട് മുകളിലുള്ള രജിസ്ട്രാറിൻ്റെ അടുത്തും ഈ രജിസ്ട്രാറിൻ്റെ അടുത്താണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് എന്താണ് ഈ പറഞ്ഞ ഒരു നിവേദനം കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള നിവേദനം കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രാർ ആയിക്കോട്ടെ ഗവൺമെൻറ് ആയിക്കോട്ടെ എത്ര ദിവസത്തിനുള്ളിൽ from the date of the receipt of the representation under section 7 subsection 4 issue direction to the authority concerned authorityക്ക് ഡയറക്ഷൻ കൊടുക്കും to take appropriate decision on the application for registration. രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനിൽ ഒരു അപ്രോപ്രിയേറ്റ് ഡിസിഷൻ എടുക്കാൻ അത് എത്ര ദിവസത്തിനുള്ളിൽ ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 120ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 60 days ആണ്. The registrar or the government shall within 60 days from the date of the receipt of the representation under section 7 subsection 4 issue direction to the authority concerned to take appropriate decision on the application for registration. 120ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. ആൻസർ 60 days. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 121ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മാനർ ഓഫ് ഇഷ്യൂവിംഗ് സർട്ടിഫിക്കറ്റ് ഇൻ ദി ഇവന്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി മെൻഷൻഡ് ഇൻ. ഫസ്റ്റ് ഓപ്ഷൻ സെക്ഷൻ 4A, സെക്കൻഡ് ഓപ്ഷൻ റൂൾ 4A, തേർഡ് ഓപ്ഷൻ സെക്ഷൻ 4B, ഫോർത്ത് ഓപ്ഷൻ റൂൾ 4B. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നെയിം ചേഞ്ച് ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് താഴെ കൊടുത്തിട്ടുള്ള ഏത് സെക്ഷൻ അല്ലെങ്കിൽ ഏത് റൂൾ അനുസരിച്ച് ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സെക്ഷൻ 10 പ്രകാരം റൂൾ ഏതാ? റൂൾ 4B പ്രകാരമാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നെയിം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 121ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ആൻസർ റൂൾ 4B ആണ്. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഫോം നമ്പർ 3-ലാണ്. പിന്നെ ആ സർട്ടിഫിക്കറ്റ് ഇർറിക്കവറബിളി ലോസ്റ്റ് ആണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് പകരം ഇഷ്യൂ ചെയ്യുന്നത് ഫോം നമ്പർ 3A-ലാണ്. ഇനി ഒരു ചേഞ്ച് ചെയ്യുമ്പോൾ നെയിം ചേഞ്ച് ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഫോം നമ്പർ ഏതാണ്? ഫോം നമ്പർ 3B-ലാണ്. അപ്പോൾ 121ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. 122ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ വുമൺ കോപ്പറേറ്റീവ് സൊസൈറ്റി റെമിറ്റ് റുപ്പീസ് ഡാഷ് വിത്ത് ദി ആപ്ലിക്കേഷൻ ഓഫ് ദി രജിസ്ട്രേഷൻ ഓഫ് അമെൻമെൻറ്റ് ഓഫ് ബൈലോസ്. ഫസ്റ്റ് ഓപ്ഷൻ 10,000, സെക്കൻഡ് ഓപ്ഷൻ 100, തേർഡ് ഓപ്ഷൻ 50, ഫോർത്ത് ഓപ്ഷൻ 500. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏതാണ് ബൈലോ അമെൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ചെല്ലാൻ റെസിപ്റ്റ് ഫീസായിട്ട് അടയ്ക്കണം. സാധാരണ നോർമൽ പറയുന്നത് നേരത്തെ 500 രൂപയായിരുന്നു, അമെൻമെൻറ്റ് അനുസരിച്ച് 1000 രൂപയാണ്. എന്നാൽ
വുമൺ സൊസൈറ്റീസ്, അതേപോലെ തന്നെ ഈ പറഞ്ഞ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കൊക്കെ എന്താണ് 50 രൂപ അടച്ചാൽ മതി. അപ്പോൾ വുമൺ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനോ 122ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ, ₹50. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 123ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എനി 2 or more society may with the prior approval of the dash by a resolution passed by dash of the members present and voting at a dash meeting of each such society amalgamate themselves and form a new society. First option general body, simple majority, general body. Second option registrar, simple majority, general body. Third option government, 2/3 majority, general body. Fourth option registrar, 2/3 majority, general body. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സെക്ഷൻ 14 അമാൽഗമേഷൻ, മെർജർ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി ആൻഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റിയിലെ സബ്സെക്ഷൻ 2-ൽ പറയുന്ന കാര്യമാണ്. സെക്ഷൻ 14 സബ്സെക്ഷൻ 2. എനി 2 or more സൊസൈറ്റി, 2 അതിലധികമോ സൊസൈറ്റി മേ വിത്ത് ദി പ്രയർ അപ്രൂവൽ ഓഫ് ദി, ആടെ പ്രയർ അപ്രൂവലോട് കൂടി രജിസ്ട്രാർ, പ്രയർ അപ്രൂവൽ ഓഫ് ദി രജിസ്ട്രാർ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ബൈ എ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ, എങ്ങനെയാണ് റെസൊല്യൂഷൻ പാസ്ഡ് ബൈ എ ഡാഷ് ഓഫ് ദി മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് അറ്റ് എ ജനറൽ ബോഡി മീറ്റിംഗ് ആണ്. അപ്പോൾ ജനറൽ ബോഡി മീറ്റിംഗ് ആ നേരത്ത് റെസൊല്യൂഷൻ പാസ്ഡ് ബൈ എ സിമ്പിൾ മജോറിറ്റി, രണ്ടാമത് സിമ്പിൾ മജോറിറ്റി. അപ്പോൾ നോക്കി, ഓഫ് ഈച്ച് സച്ച് സൊസൈറ്റി, അതായത് 2 or more സൊസൈറ്റി അമാൽഗമേറ്റ് ചെയ്യുന്ന സൊസൈറ്റികളുടെ അമാൽഗമേറ്റ് ദംസെൽഫ് ആൻഡ് ഫോം എ ന്യൂ സൊസൈറ്റി. അപ്പോൾ നോക്കി, എനി 2 or more സൊസൈറ്റി മേ വിത്ത് ദി പ്രയർ അപ്രൂവൽ ഓഫ് രജിസ്ട്രാർ by a resolution passed by a simple majority of the members present and voting at a general body meeting of each such society amalgamate themselves and form a new society. 123ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ് ആൻസർ, രജിസ്ട്രാർ, സിമ്പിൾ മജോറിറ്റി, ജനറൽ ബോഡിയാണ്. 124ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ് മെൻഷൻഡ് ഇൻ റൂൾ ഡാഷ്, ഏത് റൂളിലാണ് മെൻഷൻ ചെയ്യുന്നത്? സെക്ഷൻ ആണെങ്കിൽ സെക്ഷൻ 14AA റൂളാണെങ്കിൽ റൂൾ 13A. അപ്പോൾ 124ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ, റൂൾ 13A പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ് മെൻഷൻ ചെയ്യുന്നത്. 124ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 125ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബിഫോർ എഫക്റ്റിംഗ് മെർജർ എ റെസൊല്യൂഷൻ ഓഫ് ദി സൊസൈറ്റി വിത്ത് ഹും ഇറ്റ് ഹാസ് ടു മെർജ് ഷാൾ ഗിവ് ഇറ്റ്സ് അപ്രൂവൽ പെർമിറ്റിംഗ് സച്ച് മെർജർ ബൈ എ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ഡാഷ് ഓഫ് ദി ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് സച്ച് സൊസൈറ്റി. ഫസ്റ്റ് ഓപ്ഷൻ 2/3 majority, second option simple majority, third option no such majority is needed, fourth option 1/3 majority. ഇത് സെക്ഷൻ 14 ബന്ധപ്പെട്ട് തന്നെയാണ്. സെക്ഷൻ 14 സബ്സെക്ഷൻ 2A പറയുന്നതാണ്. എന്താണ്? ബിഫോർ എഫക്റ്റിംഗ് മെർജർ എ റെസൊല്യൂഷൻ ഓഫ് ദി സൊസൈറ്റി, അതായത് ഈ മെർജർ ഒരു സൊസൈറ്റി മറ്റൊരു സൊസൈറ്റിയിലേക്ക് മെർജ് ചെയ്യുന്ന എഫക്റ്റ് ആവുന്നത്. എ റെസൊല്യൂഷൻ ഓഫ് ദി സൊസൈറ്റി വിത്ത് ഹും ഇറ്റ് ഹാസ് ടു മെർജ് ഷാൾ ഗിവ്, ഏത് സൊസൈറ്റിയിലേക്കാണോ മെർജ് ചെയ്യുന്നത് ഇറ്റ്സ് അപ്രൂവൽ എന്താണ് പെർമിറ്റ് ചെയ്യണം, എന്താണ് അപ്രൂവൽ പെർമിറ്റ് സച്ച് മെർജർ ബൈ എ റെസൊല്യൂഷൻ, അതിന് വേണ്ടിയിട്ട് റെസൊല്യൂഷൻ പാസ് ചെയ്യണം. ഏത് സൊസൈറ്റിയിലേക്കാണോ മെർജ് ചെയ്യുന്നത് ആ സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ടൊരു അപ്രൂവൽ കിട്ടണം, ഒരു പെർമിഷൻ കൊടുക്കണം. ബൈ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ഡാഷ് ഓഫ് ദി ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് സച്ച് സൊസൈറ്റി, ആ സൊസൈറ്റിയുടെ ജനറൽ ബോഡിയിൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം ഈ പറഞ്ഞിട്ടുള്ള മെർജിങ്ങിന് അപ്രൂവൽ ചെയ്തുകൊണ്ട്. അതെ, ഏത് മജോറിറ്റിയിൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? 125ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ, സിമ്പിൾ മജോറിറ്റിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 126ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ റൂൾ 13 ദ സ്കീം ഫോർ മെർജിംഗ് ഷാൾ കണ്ടെയ്ൻ ദ ഡീറ്റെയിൽസ് ഓഫ് ഡാഷ്. First option details of each merged societies, second option area operation, third option detailed scheme of transfer of assets and liability of merged society, fourth option all of this. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? റൂൾ 13. റൂൾ 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമാൽഗമേഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി, ഡിവിഷൻ, മെർജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട റൂളാണ്. ആസ് പെർ റൂൾ 13 അനുസരിച്ച് ദ സ്കീം ഫോർ മെർജിങ് ഷാൾ കണ്ടെയ്ൻ ദ ഡീറ്റെയിൽസ് ഓഫ് ഏതൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ 13 സബ് റൂൾ 2A മെൻഷൻ ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽസ് ഓഫ് ഈച്ച് മെർജിംഗ് സൊസൈറ്റീസ് ഉണ്ട്, ഏരിയ ഓപ്പറേഷൻ ഉണ്ട്, ഡീറ്റെയിൽഡ് സ്കീം ഓഫ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി ഓഫ് മെർജർ സൊസൈറ്റീസ് ഉണ്ട്. അപ്പോൾ ആൻസർ ഡി ആണ് ആൻസർ, ഓൾ ഓഫ് ദിസ്. 126ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി. 127ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The share capital contribution or financial assistance to the subsidiary institution shall be met from the balance
net profit of the society as provided under dash. First option section 14 AA, second option section 14 AA subsection 2A, third option section 56 subsection 1, fourth option section 56 subsection 2. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് മെറ്റ് ചെയ്യേണ്ടത് ബാലൻസ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദി സൊസൈറ്റീസ് എന്നാണ്. അത് ആസ് പ്രൊവൈഡഡ് അണ്ടർ സെക്ഷൻ 56 സബ്സെക്ഷൻ 1 അല്ല, സെക്ഷൻ 56 സബ്സെക്ഷൻ 2 പ്രകാരമാണ്. അപ്പോൾ 127ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്, സെക്ഷൻ 56 സബ്സെക്ഷൻ 2. ഇത് കൃത്യമായിട്ട് തന്നെ പറയുന്നത് സെക്ഷൻ 14 AA പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ് സബ്സെക്ഷൻ 2A പറയുന്നത് ആസ് പ്രൊവൈഡ് അണ്ടർ സെക്ഷൻ 56 സബ്സെക്ഷൻ 2 അനുസരിച്ചാണ്. അപ്പോൾ 127ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 128ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ആർ categorized as miscellaneous society? First option better living societies, second option social welfare cooperative societies, third option motor transport societies, fourth option all of this. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതൊക്കെ സൊസൈറ്റീസ് ആണ് ഈ പറഞ്ഞ മിസ്ലേനിയസ് സൊസൈറ്റീസിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്? ബെറ്റർ ലിവിങ് സൊസൈറ്റീസ് അതെ, സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അതെ, മോട്ടോർ ട്രാൻസ്പോർട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അതെ. അപ്പം 128ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ഓൾ ഓഫ് ദിസ്. ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ 15 ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റിയിൽ സബ് റൂൾ 12 മിസ്ലേനിയസ് സൊസൈറ്റീസിനെ കുറിച്ച് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ താഴെ കാറ്റഗറൈസ് ചെയ്ത് വന്നതാണ് ബെറ്റർ ലിവിങ് സൊസൈറ്റീസും സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസും മോട്ടോർ ട്രാൻസ്പോർട്ട് സൊസൈറ്റീസൊക്കെ. അപ്പം 128ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 129ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എനി സൊസൈറ്റി or bank which had availed any financial assistance from the government shall include nominees of government of Kerala in the first option general body of promoting society, second option general body of subsidiary institution, third option managing committee of promoting society, fourth option managing committee of subsidiary institution. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഏതെങ്കിലും സൊസൈറ്റിയോ ബാങ്കോ ഏതാണ് വിച്ച് ഹാഡ് അവൈൽഡ് എനി ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് ഫ്രം ഗവൺമെൻറ്റിൽ നിന്ന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഷാൾ ഇൻക്ലൂഡ് ചെയ്യണം നോമിനീസ് ഓഫ് ഗവൺമെൻറ് ഓഫ് കേരളയുടെ നോമിനിയുടെ എവിടെ ഇൻക്ലൂഡ് ചെയ്യണം? ആ സൊസൈറ്റി അല്ലെങ്കിൽ ബാങ്കോ ഏതെങ്കിലും സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മാനേജിംഗ് കമ്മിറ്റിയിൽ. അപ്പോൾ 129ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ, മാനേജിംഗ് കമ്മിറ്റി ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇത് കൃത്യമായിട്ട് സെക്ഷൻ 14 AA സബ്സെക്ഷൻ 2B മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ 129ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി. 130ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നോ പ്രോസിക്യൂഷൻ ഷാൾ ബി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അണ്ടർ സബ്സെക്ഷൻ dash of section 94 without the previous sanction of the registrar. First option 7A, second option 7, third option 4, fourth option all of this. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? യാതൊരുവിധ പ്രോസിക്യൂഷൻ നടപടികളും എന്താണ് എടുക്കരുത് അണ്ടർ സബ്സെക്ഷൻ ഡാഷ് ഓഫ് സെക്ഷൻ 94. സെക്ഷൻ 94 ഓഫൻസ് സബ്സെക്ഷൻ 7A 7 4 അനുസരിച്ച്. അപ്പോൾ ഓൾ ഓഫ് ദിസ് ആൻസർ കൊടുക്കാം. ആരുടെ പ്രീവിയസ് സാങ്ഷൻ ഇല്ലാതെ, വിത്തൗട്ട് ദി പ്രീവിയസ് സാങ്ഷൻ ഓഫ് ദി രജിസ്ട്രാറിൻ്റെ പ്രീവിയസ് സാങ്ഷൻ ഇല്ലാതെ. അപ്പോൾ 130ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 131ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ റൂൾ 170A the interested agency or person shall conduct the annual performance audit and submit the report in time as per the direction of the dash. First option Milma and the registrar, second option Milma and the government, third option Apex Society and the registrar of dairy, fourth option registrar of dairy societies. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ആസ് പെർ റൂൾ 170A 170A എന്ന് പറഞ്ഞാൽ ആനുവൽ പെർഫോമൻസ് ഓഫ് ഓഡിറ്റ് ഓഫ് RCMPU അതേപോലെ തന്നെ അതിൻ്റെ അപ്പെക്സ് സൊസൈറ്റിയുടെ ആനുവൽ പെർഫോമൻസ് ഓഡിറ്റിനെ കുറിച്ച് പറയുന്നതാണ്. ദ ഇൻട്രസ്റ്റഡ് അങ്ങനെ ആനുവൽ പെർഫോമൻസ് ഓഡിറ്റിന് വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള ഏജൻസി ഓർ പേഴ്സൺ ഷാൾ കണ്ടക്ട് ദി ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് ആൻഡ് സബ്മിറ്റ് ദി റിപ്പോർട്ട് ഇൻ ടൈമിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം ആസ് പെർ ദി ഡയറക്ഷൻ ഓഫ് ദി ആരുടെ ഡയറക്ഷൻ പ്രകാരം. 131ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ, അപ്പെക്സ് സൊസൈറ്റി ആൻഡ് രജിസ്ട്രാർ ഓഫ് ഡയറി. ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ 170A സബ് റൂള് 6 കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ 131ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി. 132ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ റിട്ടേണിംഗ് ഓഫീസർ ഓഫ് CCU സോ അപ്പോയിൻറ്റഡ് മേ ഗിവ്
given such a remuneration as may be fixed by dash from time to time. First option State Cooperative Election Commission, second option Registrar, third option Government, fourth option B or C. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട റൂളാണ് റൂൾ 129. അത് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. ദ റിട്ടേണിംഗ് ഓഫീസർ ഓഫ് CCS അപ്പോയിൻറ്റഡ് മേ ബി ഗിവൺ സച്ച് റെമുനറേഷൻ കൊടുക്കണം ആസ് മേ ബി ഫിക്സ്ഡ് ബൈ ഫ്രം ടൈം ടു ടൈം. ആര് ഫിക്സ് ചെയ്യുന്ന റെമുനറേഷൻ? 132ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ, ഗവൺമെൻറ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 133ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Every application to the registrar or the government for the exercise of the powers under section 87 of the act shall be accompanied by a challan receipt for the remittance of rupees dash where the applicant is a member of the society. First option 4,500, second option 2,000, third option 1,500, fourth option 5,000. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സെക്ഷൻ 87 റിവിഷൻ ബിഫോർ ഗവൺമെൻറ് ഓർ രജിസ്ട്രാർ. അങ്ങനെ എവറി ആപ്ലിക്കേഷൻ ടു ദി രജിസ്ട്രാർ ഓർ ദി ഗവൺമെൻറ് ടു എക്സസൈസ് ദി ഓഫ് ദി പവേഴ്സ് അണ്ടർ സെക്ഷൻ 87 റിവിഷൻ ബിഫോർ ദി ഗവൺമെൻറ് ഓർ ദി രജിസ്ട്രാർ ആക്ട് ഷാൾ ബി അക്കമ്പനീഡ് ബൈ എ ചെല്ലാൻ റെസിപ്റ്റ് ഫോർ ദി റെമിറ്റൻസ് ഓഫ്. അതായത് സെക്ഷൻ 87 പ്രകാരം രജിസ്ട്രാറിൻ്റെ ഗവൺമെൻറ്റിന് മുമ്പാകെ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ്റെ ഒപ്പം തന്നെ എന്താണ് ഒരു ചെല്ലാൻ റെസിപ്റ്റും കൂടി വെക്കണം. ഫോർ ദി റെമിറ്റൻസ് ഓഫ് റുപ്പീസ് ഡാഷ് വേർ ദി ആപ്ലിക്കൻ്റ് ഇസ് എ മെമ്പർ ഓഫ് ദി സൊസൈറ്റി. ആപ്ലിക്കൻ്റ് മെമ്പർ ആണെങ്കിൽ എത്ര രൂപയാണ് അടയ്ക്കേണ്ടത്? അത് കൃത്യമായിട്ട് തന്നെ റൂൾ 124A സബ് റൂൾ 2 മെൻഷൻ ചെയ്യുന്നുണ്ട്. ആപ്ലിക്കൻ്റ് ഒരു സൊസൈറ്റിയുടെ എംപ്ലോയി ആണെങ്കിൽ 1,500, അതല്ലാത്ത എല്ലാ കേസിലും 5,000. ഇവിടെ ആരാണ് വന്നിട്ടുള്ളത്? ആപ്ലിക്കൻ്റ് ഈസ് എ മെമ്പർ ആയതുകൊണ്ട് എംപ്ലോയി അല്ലല്ലോ. അപ്പോൾ എത്രയാണ് ഫീസ്? ഡി ആണ് ആൻസർ, 5,000 ആണ്. 133ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി, 5,000. 134ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റിക്രൂട്ട്മെൻറ്റ് റൂൾസ് റിലേറ്റിംഗ് ടു സൊസൈറ്റി ഇൻ ഷെഡ്യൂൾ 1 മെൻഷൻഡ് ഇൻ ഫസ്റ്റ് ഓപ്ഷൻ സെക്ഷൻ 185A, സെക്കൻഡ് ഓപ്ഷൻ റൂൾ 185A, തേർഡ് ഓപ്ഷൻ സെക്ഷൻ 185B, ഫോർത്ത് ഓപ്ഷൻ റൂൾ 185B. അപ്പം റിക്രൂട്ട്മെൻറ്റ് റൂൾസ് റിലേറ്റിംഗ് ടു സൊസൈറ്റി ഇൻ ഷെഡ്യൂൾ മെൻഷൻഡ് ഇൻ 134ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സെക്ഷൻ വരില്ല, കാരണം സെക്ഷൻ 110 സെക്ഷൻ അല്ലേ ഉള്ളൂ. അപ്പോൾ റൂളാ വരുള്ളൂ. റൂൾ 185B ആണ്. 134ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 135ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ഇലക്ടഡ് മെമ്പേഴ്സ് ഇൻ ദി മാനേജിംഗ് കമ്മിറ്റി ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എക്സ്ക്ലൂഡിംഗ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്? ഫസ്റ്റ് ഓപ്ഷൻ 15, സെക്കൻഡ് ഓപ്ഷൻ 10, തേർഡ് ഓപ്ഷൻ 20, ഫോർത്ത് ഓപ്ഷൻ 14. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ എത്ര ഇലക്ടഡ് മെമ്പേഴ്സ് ഉണ്ട്? ആ ഇലക്ടഡ് മെമ്പേഴ്സിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലെ മെമ്പേഴ്സിനെ എക്സ്ക്ലൂഡ് ചെയ്ത് ഒഴിവാക്കിയിട്ട് എത്ര ഇലക്ടഡ് മെമ്പേഴ്സ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്കത് ഏതാണ്? റൂൾ 28A എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റൂൾ 28A പ്രകാരം പറയുന്നത് ഹൗ മെനി ഇലക്ടഡ് മെമ്പേഴ്സ് ഇൻ ദി മാനേജിംഗ് കമ്മിറ്റി ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് 14 ജില്ലയിൽ നിന്നുള്ള പാക്സും പ്രതിനിധികളും പിന്നെ കേരളത്തിൽ നിന്നുള്ള അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ഒരാളും കൂടി 15 പേരാണ്. അപ്പം എക്സ്ക്ലൂഡിങ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുമ്പോൾ എത്ര വരുള്ളൂ? 14 പാക്സ്. ആ രീതിയിലെടുക്കുക. അപ്പോൾ 135ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ, 14. 136ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ പാർട്ണർഷിപ്പ് ഷാൾ സബ്മിറ്റ് ദി ആപ്ലിക്കേഷൻ ഫോർ റൈസിംഗ് ഓഫ് ഫണ്ട് ഇൻ അക്കോർഡൻസ് വിത്ത് പ്രൊജക്ട് റിപ്പോർട്ട് ആൻഡ് ഷാൾ സബ്മിറ്റ് ദി സെയിം ടു ഫസ്റ്റ് ഓപ്ഷൻ ഗവൺമെൻറ്, സെക്കൻഡ് ഓപ്ഷൻ രജിസ്ട്രാർ, തേർഡ് ഓപ്ഷൻ A or B, ഫോർത്ത് ഓപ്ഷൻ ജനറൽ ബോഡി മീറ്റിംഗ്. പാർട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 14B, റൂൾ 13B ആണ്. റൂൾ 13Bയിൽ സബ് റൂൾ 3 കൃത്യമായിട്ട് തന്നെ ഈ കാര്യം പറയുന്നുണ്ട്. ദ പാർട്ണർഷിപ്പ് ഷാൾ സബ്മിറ്റ് ദി ആപ്ലിക്കേഷൻ ഫോർ റൈസിംഗ് ഓഫ് ഫണ്ട്സ് ഇൻ അക്കോർഡൻസ് വിത്ത് പ്രൊജക്ട് റിപ്പോർട്ട് ആൻഡ് ഷാൾ സബ്മിറ്റ് ദി സെയിം ടു രജിസ്ട്രാർ. അപ്പോൾ 136ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 137ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബേസ്ഡ് ഓൺ റൂൾ 43C, if the motion is carried with the support of the majority of the number of members of the dash, the managing committee which lost the confidence shall ceases to hold office thereafter and the dash shall issue an order appointing and dash. First option managing committee government presiding officer, second option general body RCS administrator, third option general body government or RCS administrative committee, fourth option managing committee RCS administrator. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ബേസ്ഡ് ഓൺ ദി റൂൾ 43C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിശ്വാസ പ്രമേയം ആർക്ക് അഗനസ്റ്റായിട്ട്? മാനേജിംഗ് കമ്മിറ്റിക്ക് അഗനസ്റ്റായിട്ട് ജനറൽ ബോഡി അവിശ്വാസ പ്രമേയം പാസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട റൂളാണ്. ഇഫ് ദി മോഷൻ ഈസ് ക്യാരിഡ് വിത്ത് ദി സപ്പോർട്ട് ഓഫ് ദി മജോറിറ്റി ഓഫ് ദി നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദി
നമ്പർ ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി ജനറൽ ബോഡി. ജനറൽ ബോഡിയിലെ മജോറിറ്റി മെമ്പേഴ്സിൻ്റെ സപ്പോർട്ടോട് കൂടി ഈ പറഞ്ഞുള്ള മാനേജിങ് കമ്മിറ്റിക്ക് എഗനസ്റ്റായിട്ട് ഈ പറഞ്ഞ അവിശ്വാസം പാസ്സായി കഴിഞ്ഞാൽ വിച്ച് ലോസ്റ്റ് ദി കോൺഫിഡൻസ്, മാനേജിങ് കമ്മിറ്റിയുടെ എന്താണ് വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷാൾ സീസസ് ടു ഹോൾഡ് ഓഫീസ് ദർ ആഫ്റ്റർ, അവരുടെ എന്താണ് ഓഫീസ് അവസാനിക്കും. ആ സാഹചര്യത്തിൽ ആൻഡ് ദി ഡാഷ് ഷാൾ ഇഷ്യൂ ആൻ ഓർഡർ അപ്പോയിൻറ്റിംഗ് ഡാഷ്, ആരാണ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്? രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ഇഷ്യൂ ആൻ ഓർഡർ അപ്പോയിൻറ്റിംഗ്, ആരെ അപ്പോയിൻറ്റ് ചെയ്യും? അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോൾ 137ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ബേസ്ഡ് ഓൺ ദി റൂൾ 43C, ഇഫ് ദി മോഷൻ ഈസ് ക്യാരിഡ് വിത്ത് സപ്പോർട്ട് ഓഫ് ദി മജോറിറ്റി ഓഫ് ദി നമ്പർ ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി ജനറൽ ബോഡി, ദ മാനേജിംഗ് കമ്മിറ്റി വിച്ച് ലോസ്റ്റ് ദി കോൺഫിഡൻസ് ഷാൾ സീസസ് ടു ഹോൾഡ് ഓഫീസ് ദെയർ ആഫ്റ്റർ ആൻഡ് ദി RCS ഷാൾ ഇഷ്യൂ ആൻ ഓർഡർ അപ്പോയിൻറ്റിംഗ് ആൻഡ് ആരെ അപ്പോയിൻറ്റ് ചെയ്യും? അഡ്മിനിസ്ട്രേറ്ററിനെ. അപ്പോൾ 137ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 138ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എനി ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓർ ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് ടു ദി സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫ്രം ദി സൊസൈറ്റി ഓർ ബാങ്ക് ഷാൾ ബി അലോട്ടഡ് വിത്ത് ദി പ്രയർ അപ്രൂവൽ ഓഫ് ദി ഡാഷ് ബേസ്ഡ് ഓൺ ദി റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദി ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻ ഗവൺമെൻറ് ജനറൽ ബോഡി ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സെക്കൻഡ് ഓപ്ഷൻ രജിസ്ട്രാർ ജനറൽ ബോഡി ഓഫ് പ്രൊമോട്ടീവ് സൊസൈറ്റി. തേർഡ് ഓപ്ഷൻ രജിസ്ട്രാർ ജനറൽ ബോഡി ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫോർത്ത് ഓപ്ഷൻ രജിസ്ട്രാർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് പ്രൊമോട്ടീവ് സൊസൈറ്റി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ സെക്ഷൻ 14A ആയിട്ട് തന്നെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഓഫ് ദി സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രം ദി പ്രൊമോട്ട് ചെയ്യുന്ന കൺസേൺഡ് സൊസൈറ്റി അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ഷാൾ ബി അലോട്ടഡ് വിത്ത് ദി പ്രയർ അപ്രൂവൽ ഓഫ്, അത് അലോട്ട് ചെയ്യണമെങ്കിൽ ആരുടെ പ്രയർ അപ്രൂവൽ വേണം? ആരുടെയാണ്? രജിസ്ട്രാറാണ്, RCS. ബേസ്ഡ് ഓൺ ദി റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദി ആ പ്രൊമോട്ടിംഗ് സൊസൈറ്റിയുടെ എന്താണ് ജനറൽ ബോഡിയിൽ എന്താണ് റെസൊല്യൂഷൻ പാസ് ചെയ്യണം. അപ്പം ബേസ്ഡ് ഓൺ ദി റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദി ഏതാണ് ജനറൽ ബോഡി ഓഫ് പ്രൊമോട്ടിംഗ് സൊസൈറ്റി. അപ്പോൾ 138ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ. രജിസ്ട്രാർ ജനറൽ ബോഡി ഓഫ് പ്രൊമോട്ടിംഗ് സൊസൈറ്റി. ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 14AA സബ്സെക്ഷൻ 2D കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ 138ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എനി ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓർ ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് ടു ദി സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രം ദി സൊസൈറ്റി ഓർ ബാങ്ക് ഷാൾ ബി അലോട്ടഡ് വിത്ത് ദി പ്രയർ അപ്രൂവൽ ഓഫ് ദി രജിസ്ട്രാർ ബേസ്ഡ് ഓൺ ദി റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദി ജനറൽ ബോഡി ഓഫ് പ്രൊമോട്ടീവ് സൊസൈറ്റി. 138ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 138ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഷാൾ റിപ്പോർട്ട് ദി വേക്കൻസി വിത്തിൻ എ പീരിയഡ് ഓഫ് ഡാഷ് ഫ്രം ദി ഡേറ്റ് ഓൺ വിച്ച് ദ വേക്കൻസി അറോസ് ടു ദി കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്. ഫസ്റ്റ് ഓപ്ഷൻ 2 months, സെക്കൻഡ് ഓപ്ഷൻ 1 month, തേർഡ് ഓപ്ഷൻ 3 months, ഫോർത്ത് ഓപ്ഷൻ നോ സച്ച് പീരീഡ് മെൻഷൻഡ് ഇൻ ലോ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിൽ ഈ പറഞ്ഞ എംപ്ലോയിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു വേക്കൻസി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നാളിനുള്ളിൽ എന്താണ് ഈ പറഞ്ഞ വേക്കൻസി ഉണ്ടായി കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിലേക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അത് കൃത്യമായിട്ട് തന്നെ റൂൾ 182 സബ് റൂൾ 4 മെൻഷൻ ചെയ്യുന്നുണ്ട്. 139ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഷാൾ റിപ്പോർട്ട് ദി വേക്കൻസി വിത്തിൻ എ പീരീഡ് ഓഫ് 2 months അല്ല, 1 month അല്ല. ആൻസർ ഏതാണ്? സി ആണ് ആൻസർ. 3 months ഫ്രം ദി ഡേറ്റ് ഓൺ വിച്ച് ദി വേക്കൻസി അറോസ് ടു ദി കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്. 139ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 140ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഷാൾ കൺവീൻ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ആസ് പെർ ദി പ്രൊവിഷൻസ് ബൈ വിച്ച് ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് ആൻഡ് ദി ആനുവൽ റിപ്പോർട്ട്സ് ആൻഡ് ഓഡിറ്റ് റിപ്പോർട്ട് ഷാൾ ബി പ്ലേസ്ഡ് ബിഫോർ ദി ഫസ്റ്റ് ഓപ്ഷൻ മാനേജിംഗ് കമ്മിറ്റി ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ, സെക്കൻഡ് ഓപ്ഷൻ മാനേജിംഗ് കമ്മിറ്റി ഓഫ് പ്രൊമോട്ടീവ് സൊസൈറ്റി, തേർഡ് ഓപ്ഷൻ ആനുവൽ ജനറൽ ബോഡി ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫോർത്ത് ഓപ്ഷൻ ആനുവൽ ജനറൽ ബോഡി ഓഫ് പ്രൊമോട്ടീവ് സൊസൈറ്റി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഷാൾ കൺവീൻ ചെയ്യണം, എന്താണ് വിളിച്ചു ചേർക്കണം, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ആസ് പെർ ദി പ്രൊവിഷൻസ് അനുസരിച്ച് ബൈ വിച്ച് ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് ആൻഡ് ദി ആനുവൽ റിപ്പോർട്ട് അതുപോലെ തന്നെ ഓഡിറ്റ് റിപ്പോർട്ട് ഷാൾ ബി പ്ലേസ്ഡ് ബിഫോർ. അതായത് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ആനുവൽ റിപ്പോർട്ടും ഓഡിറ്റ് റിപ്പോർട്ടും എവിടെ വെക്കണമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. താഴെ കൊടുത്തിട്ടുള്ള ഏതാണ് സ്യൂട്ടബിൾ ആൻസർ? 140ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ. ആനുവൽ ജനറൽ ബോഡി ഓഫ് പ്രൊമോട്ടിംഗ് സൊസൈറ്റി. പ്രൊമോട്ടിംഗ് സൊസൈറ്റിയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിലാണ് എന്ത് ചെയ്യേണ്ടത്? ഈ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട്സും ഓഡിറ്റ് റിപ്പോർട്ടും ആനുവൽ റിപ്പോർട്ടും പ്ലേസ് ചെയ്യേണ്ടത്. പ്ലേസ്ഡ് ബിഫോർ ദി ആനുവൽ ജനറൽ ബോഡി ഓഫ് പ്രൊമോട്ടിംഗ് സൊസൈറ്റി. 140ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 141ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡാഷ് ഓഫ് അപ്പെക്സ് സൊസൈറ്റി ഷാൾ ബി മേഡ് ബൈ ദി ഗവൺമെൻറ്. ഫസ്റ്റ് ഓപ്ഷൻ MD, സെക്കൻഡ് ഓപ്ഷൻ പ്രസിഡന്റ്, തേർഡ് ഓപ്ഷൻ മാനേജിംഗ് കമ്മിറ്റി, ഫോർത്ത് ഓപ്ഷൻ ചീഫ് എക്സിക്യൂട്ടീവ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ
അപ്പെക്സ് സൊസൈറ്റീസിൻ്റെ ഏത് പോസ്റ്റിലേക്കാണ് ഈ പറഞ്ഞ അപ്പോയിൻമെൻറ്റ് ഗവൺമെൻറ് നടത്തുന്നത്? കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 80 സബ്സെക്ഷൻ 3A കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. 141ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്, ചീഫ് എക്സിക്യൂട്ടീവ് ആണ്. The appointment of chief executive of Apex Society shall be made by the government. 141ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി. 142ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The dash shall suggest a remedial action to dash to restructure the activities if necessary based on the report of inspection under section 74C. First option government RCs, second option RCs government, third option government team of inspectors, fourth option RCs team of inspectors. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സെക്ഷൻ 74C സബ്സെക്ഷൻ 2ൽ പറയുന്ന പോയിൻ്റാണ്. സെക്ഷൻ 74C ഇൻസ്പെക്ഷൻ ഇൻ സർട്ടൺ സൊസൈറ്റീസ്. സെക്ഷൻ 74C അനുസരിച്ചുള്ള ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിൻ്റെ പുറത്ത് ആരാണ് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്യുന്നത്? ദ ഡാഷ് ഷാൾ സജസ്റ്റ്, അത് RCS ആണ്. രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ സജസ്റ്റ് റെമഡിയൽ ആക്ഷൻ ടു ഗവൺമെൻറ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് റീസ്ട്രക്ചർ ദി ആക്ടിവിറ്റീസ് ഇഫ് നെസസറി, അതായത് സൊസൈറ്റികളുടെ ആക്ടിവിറ്റീസിൽ ഏതെങ്കിലും തരത്തിലുള്ള റീസ്ട്രക്ചർ വരുത്തണമെങ്കിൽ ബേസ്ഡ് ഓൺ ദി റിപ്പോർട്ട് ഓഫ് ഇൻസ്പെക്ഷൻ അണ്ടർ സെക്ഷൻ 74C അനുസരിച്ചുള്ള ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിൻ്റെ പുറത്ത്. അപ്പോൾ RCS ആണ് സജസ്റ്റ് ചെയ്യുന്ന റെമഡിയൽ ആക്ഷൻ ടു ഗവൺമെൻറ്. അപ്പോൾ 142ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ, RCS ഗവൺമെൻറ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 143ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ സെക്ഷൻ 64 സബ്സെക്ഷൻ 9 the committee shall send a report of action taken to the director of cooperative audit and to the registrar within first option 90 days after rectification, second option 1 month after taking charge, third option 60 days after taking charge, fourth option 15 days after general body meeting. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ആസ് പെർ സെക്ഷൻ 64 സബ്സെക്ഷൻ 9 സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, the committee shall send a report of action taken. അതായത് കമ്മിറ്റി എന്താണ് സെൻഡ് ചെയ്യും റിപ്പോർട്ട്, ഏത് ആക്ഷൻ ടേക്കൺ ടു ആർക്കൊക്കെ? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റും അതുപോലെ തന്നെ രജിസ്ട്രാറിനും. അതായത് ഈ ഓഡിറ്റിലെ റെക്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ആ റെക്ടിഫിക്കേഷന് പുറത്ത് ഏതൊക്കെ ആക്ഷൻ എടുത്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് തന്നെ ഓരോ ജനറൽ ബോഡിയിലും എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഷാൾ ബി പ്ലേസ്ഡ് ബിഫോർ ദി ജനറൽ ബോഡി എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ജനറൽ ബോഡി മീറ്റിംഗ് കഴിഞ്ഞ ശേഷം 50 ഡേയ്സിനുള്ളിൽ ആ റിപ്പോർട്ട് ഓഫ് ആക്ഷൻ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിനും അതുപോലെ തന്നെ രജിസ്ട്രാറിനും അയച്ചു കൊടുക്കണം വിത്തിൻ 50 ഡേയ്സ് ആഫ്റ്റർ ജനറൽ ബോഡി മീറ്റിംഗ്. അപ്പോൾ 143ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ, 15 ഡേയ്സ് ആഫ്റ്റർ ജനറൽ ബോഡി മീറ്റിംഗ്. 144ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. An application for revision under section 84 and review under section 85 before tribunal shall accompanied with rupees. First option 3000, second option 750, third option 500, fourth option 325. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? അതായത് ആപ്ലിക്കേഷൻ ഫോർ റിവിഷൻ അണ്ടർ സെക്ഷൻ 84 അതുപോലെ റിവ്യൂ അണ്ടർ സെക്ഷൻ 85 ബിഫോർ ദി ട്രിബ്യൂണലിന് മുമ്പാകെ ഷാൾ അക്കമ്പനി ചെയ്യണം ചെല്ലാൻ റിസിപ്റ്റ് വിത്ത് റുപ്പീസ്. എത്ര രൂപ? ആൻസർ ഡി ആണ് ആൻസർ, 325. 144ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 145ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എനി ചീഫ് എക്സിക്യൂട്ടീവ് ആൻഡ് ദി കമ്മിറ്റി ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി who contravenes the provisions of subsection 3 of section 59, fine which may extend to rupees 10,000 is mentioned in first option section 94 subsection 7, second option section 95, third option section 94 subsection 7A, fourth option none of this. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സെക്ഷൻ 59 സബ്സെക്ഷൻ 3, സെക്ഷൻ 59 റെസ്ട്രിക്ഷൻ ഓൺ ലോൺ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു മെമ്പറിന് ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയിങ് പവർ അധികരിച്ച് ലോൺ കൊടുത്തു കഴിഞ്ഞാൽ അത് ചീഫ് എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ കമ്മിറ്റി ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസിനും എന്താണ് ഫൈനുണ്ട്. ഫൈൻ വിച്ച് മേ എക്സ്റ്റെൻഡ് ടു റുപ്പീസ് 10,000 വരെ അടക്കേണ്ടി വരും. ഈസ് മെൻഷൻഡ് ഇൻ, അതെവിടെയാണ് മെൻഷൻ ചെയ്യുന്നത്? സെക്ഷൻ 94 ഒഫൻസിലാണ്. സെക്ഷൻ 94 സബ്സെക്ഷൻ 7A ആണ്. അപ്പോൾ 145ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 146ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ട്രാൻസ്ഫറിംഗ് ഫണ്ട്സ് ഓർ റിലീസിംഗ് ഓഫ് അസറ്റ്സ് ഓഫ് ദി സൊസൈറ്റി ടു ഇറ്റ്സ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഷാൾ ബി മേഡ് വിത്ത് ദി പ്രയർ അപ്രൂവൽ ഓഫ് ദി ഡാഷ് ബേസ്ഡ് ഓൺ ദി റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻ ഗവൺമെൻറ് ജനറൽ ബോഡി ഓഫ് പ്രൊമോട്ടീവ് സൊസൈറ്റി, സെക്കൻഡ് ഓപ്ഷൻ രജിസ്ട്രാർ ജനറൽ ബോഡി ഓഫ് പ്രൊമോട്ടീവ് സൊസൈറ്റി, തേർഡ് ഓപ്ഷൻ ഗവൺമെൻറ് ജനറൽ ബോഡി ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫോർത്ത് ഓപ്ഷൻ രജിസ്ട്രാർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് പ്രൊമോട്ടീവ് സൊസൈറ്റി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ട്രാൻസ്ഫറിംഗ് ഫണ്ട്സ് അതുപോലെ തന്നെ ലീസിംഗ് ഓഫ് അസറ്റ്സ് ഓഫ് ദി സൊസൈറ്റി എങ്ങോട്ട്? അതിൻ്റെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക്. ഷാൾ ബി മേഡ് വിത്ത് ദി പ്രയർ അപ്രൂവൽ ഓഫ്, ആരുടെ പ്രയർ അപ്രൂവലോട് കൂടിയാണ് മേഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ബേസ്ഡ് ഓൺ ദി റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ഡാഷ്.
പ്രയർ അപ്രൂവൽ ഓഫ് ദി ഗവൺമെൻറ് ആണ്, ബേസ്ഡ് ഓൺ ദി റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ജനറൽ ബോഡി ഓഫ് പ്രൊമോട്ടിംഗ് സൊസൈറ്റി ആണ്. അപ്പോൾ 146 ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ. ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 14(a)യിൽ സബ്സെക്ഷൻ 2(e)യിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ 146 ക്വസ്റ്റ്യൻ ആൻസർ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 147 ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ അറ്റൈനിങ് ഡാഷ് ദ മെമ്പർഷിപ്പ് ഓഫ് യൂത്ത് സൊസൈറ്റി ഷാൾ സീസസ് ടു എക്സിസ്റ്റ് ആൻഡ് ദേ ഷാൾ ബിക്കം ഡാഷ് ഓഫ് ദി സൊസൈറ്റി. ഫസ്റ്റ് ഓപ്ഷൻ 40 years associate members, second option 45 years nominated members, third option 40 years nominated members, fourth option none of this. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഈ പറഞ്ഞിട്ടുള്ള മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള മെമ്പർമാരുടെ ഓൺ അറ്റൈനിങ് എത്ര ഏജ് അറ്റൈൻ ചെയ്യാൻ നേരത്ത് അവിടെ ആ മെമ്പർഷിപ്പ് എന്താണ് സീസസ് ടു എക്സിസ്റ്റ്, അത് അവസാനിച്ച ശേഷം അവർ ഷാൾ ബിക്കം ദി ഡാഷ് ഓഫ് ദി സൊസൈറ്റി, അവർ ആ സൊസൈറ്റിയുടെ ഏത് മെമ്പറായി മാറും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 16 എന്താണ് IA-യിൽ കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓൺ അറ്റൈനിങ് ഏജ് ഓഫ് ഏതാണ് 45 years 45 വയസ്സ് അറ്റൻഡ് ചെയ്യാൻ നേരത്ത് ദ മെമ്പർഷിപ്പ് ഓഫ് യൂത്ത് സൊസൈറ്റി ഷാൾ സീസസ് ടു എക്സിസ്റ്റ് ആൻഡ് ദേ ഷാൾ ബിക്കം ഡാഷ് ഓഫ് ദി സൊസൈറ്റി, അസോസിയേറ്റ് മെമ്പറാകും, അസോസിയേറ്റ് മെമ്പറായി മാറും. ഓക്കെ, പിന്നെ അത് നോക്കി ഓപ്ഷനിൽ എന്താണ് ആൻസർ ഇല്ല. കാരണം 40 years അസോസിയേറ്റ് മെമ്പറാകും, നമുക്ക് 45 ആണ്. അപ്പോൾ 45 years അസോസിയേറ്റ് മെമ്പേഴ്സ് ഓപ്ഷനിലില്ലാത്തതുകൊണ്ട് ആൻസർ ഡി ആണ് ആൻസർ, നൺ ഓഫ് ദിസ്. 147 ക്വസ്റ്റ്യൻ ആൻസർ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 148 ക്വസ്റ്റ്യൻ നോക്കാം. ദ രജിസ്ട്രാർ മേ ഓതറൈസ് എ സ്പെഷ്യൽ ടീം ഓഫ് ഓഫീസേഴ്സ് അണ്ടർ ഹിസ് കൺട്രോൾ ഫോർ ദി ഇൻസ്പെക്ഷൻ ഓഫ് ഡാഷ് സൊസൈറ്റീസ്. ഫസ്റ്റ് ഓപ്ഷൻ അപ്പെക്സ് ആൻഡ് പ്രൈമറി, സെക്കൻഡ് ഓപ്ഷൻ ഫെഡറൽ, തേർഡ് ഓപ്ഷൻ സെൻട്രൽ, ഫോർത്ത് ഓപ്ഷൻ ഓൾ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? രജിസ്ട്രാർ ഓതറൈസ് ചെയ്യും സ്പെഷ്യൽ ടീം ഓഫ് ഓഫീസേഴ്സ് അണ്ടർ ഹിസ് കൺട്രോൾ ഫോർ ദി ഇൻസ്പെക്ഷൻ ഓഫ് ഡാഷ് സൊസൈറ്റീസ്. അപ്പെക്സ് ആൻഡ് പ്രൈമറി അതെ, ഫെഡറൽ അതെ, സെൻട്രൽ അതെ. അപ്പോൾ ആൻസർ ഡി ഓൾ ഓഫ് ദിസ് ആണ്. ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 66 സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ സബ്സെക്ഷൻ 2(a)യിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ 148 ക്വസ്റ്റ്യൻ ആൻസർ ഡി ഓൾ ഓഫ് ദിസ് ആണ്. 149 ക്വസ്റ്റ്യൻ നോക്കാം. അഗ്രികൾച്ചർ ഇംപ്രൂവ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി മേ പേ റുപ്പീസ് ഡാഷ് ഫോർ ഓപ്പണിംഗ് ന്യൂ ബ്രാഞ്ച്. ഫസ്റ്റ് ഓപ്ഷൻ 15,000, സെക്കൻഡ് ഓപ്ഷൻ 10,000, തേർഡ് ഓപ്ഷൻ 7,500, ഫോർത്ത് ഓപ്ഷൻ 5,000. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്താണ് സാങ്ഷൻ കിട്ടണമെങ്കിൽ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഫീസ് അടയ്ക്കണം. അതിനകത്ത് അഗ്രികൾച്ചർ ഇംപ്രൂവ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് എത്രയാണ് ഫീസ് അടയ്ക്കേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ 74B അതുമായിട്ട് ബന്ധപ്പെട്ട റൂൾ 178A. കേരള ബാങ്ക് അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആണെങ്കിൽ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യണമെങ്കിൽ 15,000 രൂപ അടയ്ക്കണം. ഇനി പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി അതുപോലെ തന്നെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകളോ പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആണെങ്കിൽ എത്രയാണ് അടയ്ക്കേണ്ടത്? 7,500 ഇനി അതല്ലാത്ത ഇപ്പോൾ വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റീസോ അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഇംപ്രൂവ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയോ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് എത്രയാണ് ഫീസായിട്ട് അടയ്ക്കേണ്ടത് ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യണമെങ്കിൽ? 5,000 ആണ്. അപ്പോൾ 149 ക്വസ്റ്റിൻ്റെ ആൻസർ അഗ്രികൾച്ചർ ഇംപ്രൂവ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയതുകൊണ്ട് ഡി ആണ് ആൻസർ, 5,000 ആണ്. അപ്പോൾ 149 ക്വസ്റ്റിൻ്റെ ആൻസർ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 150 ക്വസ്റ്റ്യൻ നോക്കാം. If any liability cannot be discharged by liquidator, the amount covered by such undischarged liability may be deposited in the financing bank, and if even on the expiry of dash from the date of deposit such amount remains unpaid, the said amount shall be transferred to the common liquidation fund. First option 3 years, second option 2 years, third option 1 year, fourth option no such period mentioned in law. അപ്പോൾ നോക്കി എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലിക്വിഡേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് റൂൾ 69 സബ് റൂൾ 10 പറയുന്ന കാര്യമാണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ലിക്വിഡേഷനുമായിട്ട് ബന്ധപ്പെട്ട് ലയബിലിറ്റി കനോട്ട് ബി ഡിസ്ചാർജ്ഡ്, കൊടുക്കാനുള്ള ലയബിലിറ്റി എന്താണ് കൊടുത്തു തീർക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യം ബൈ ദി ലിക്വിഡേറ്റർ എന്ത് ചെയ്യും? അത്തരത്തിൽ കൊടുത്തു തീർക്കേണ്ട ലയബിലിറ്റിയുടെ എമൗണ്ട് കവേർഡ് ബൈ സച്ച് അൺഡിസ്ചാർജ് ലയബിലിറ്റി മേ ബി ഡിപ്പോസിറ്റ് ഇൻ ദി ഫിനാൻസിങ് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യും. ആൻഡ് ഇഫ് ഈവൻ ഓൺ ദി എക്സ്പയറി ഓഫ് അങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞാൽ ഇഫ് ഈവൻ ഓൺ ദി എക്സ്പയറി ഓഫ് 2 years, ബി ആണ് ആൻസർ, 2 years
ഫ്രം ദി ഡേറ്റ് ഓഫ് ഡിപ്പോസിറ്റ് കഴിഞ്ഞ ശേഷം 2 years കഴിഞ്ഞാൽ സച്ച് എമൗണ്ട് റിമെയിൻസ് അൺപെയ്ഡ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ ആ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ദ സെഡ് എമൗണ്ട് ഷാൾ ബി ട്രാൻസ്ഫേർഡ് ടു ദി കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ 150ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ അതാണ് ആൻസർ ബി ആണ് ആൻസർ 2 years ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.